പെസഹ വ്യാഴാഴ്ച ഉണ്ടാക്കുന്ന പുളിപ്പില്ലാത്ത അപ്പം എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് 1 കപ്പ് വറുത്ത അരിപ്പൊടി, 1/4 കപ്പ് ഉഴുന്ന്, 1 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട്, 2 വെളുത്തുള്ളി, 5 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ ജീരകം എന്നിവ ആവശ്യമാണ്. ആദ്യമായിട്ട് 2 മണിക്കൂർ കുതിർത്ത് വെച്ച ഉഴുന്ന് അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കുക. അതിലേക്ക് ഉള്ളി, വെളുത്തുള്ളി, ജീരകം, ഉപ്പ് എന്നിവ ചേർത്ത് വീണ്ടും നന്നായി അരച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങ ആഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അതിന് ശേഷം ആ മിക്സർ നമ്മളൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. അതിലേക്ക് വറുത്ത അരിപ്പൊടി 1 അല്ലെങ്കിൽ 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ബാറ്റർ റെഡിയായി. ആ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻറ്റി ഏതാണ്ട് ഇഡ്ഡലി ബാറ്ററിൻ്റെ അതേ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. അതിനുശേഷം നമ്മളൊരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് നമ്മളൊരു സ്റ്റീൽ പ്ലേറ്റ് അഥവാ വാഴയില ഏതാ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, അത് ഇപ്പം സ്റ്റീൽ പ്ലേറ്റ് ആണെങ്കിൽ അതിൽ കുറച്ചൊരു എണ്ണ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൈ ലൈറ്റ് എന്തെങ്കിലും ചേർത്ത് ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്യണം. അത് ഗ്രീസ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച മിക്സ്ചർ ആഡ് ചെയ്തിട്ട് ഏതാണ്ട് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 25 മിനിറ്റ്സ് ടു 30 മിനിറ്റ്സ് സ്റ്റീം ചെയ്താൽ പെസഹ അപ്പം റെഡിയായി. അതോടൊപ്പം തന്നെ നമുക്ക് പെസഹ അപ്പത്തിന് കുരിശപ്പം തയ്യാറാക്കാനായിട്ട് നമ്മൾ വെഞ്ചരിച്ച കുരിശപ്പം നമ്മൾ വൺസ് ആ ഒരു ബാറ്റർ നമ്മൾ സ്റ്റീമറിലേക്ക് ആക്കി വെക്കുമ്പോൾ കുരിശിൻ്റെ ആകൃതിയിൽ കട്ട് ചെയ്ത വെഞ്ചരിച്ച കുരുത്തോല അതിലേക്ക് വെച്ച് വീണ്ടും മൂടി വെച്ച് ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള അരമണിക്കൂർ കുക്ക് ചെയ്താൽ പെസഹ അപ്പം ഈസിയായി റെഡിയായി.